ടീച്ചറെ നമ്മുടെ CSEB ബൂസ്റ്റർ തുടങ്ങിയ എന്താണ് പ്ലാന്? നമുക്ക് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് പരീക്ഷ. ഇടിവെട്ട് പോലെ നമ്മുടെ സിലബസും മാറിയിട്ടുണ്ട്. പിള്ളേരൊക്കെ പാനിക്കാണ്. നമ്മളുടെ 22-ാം തീയതി മുതൽ നമ്മുടെ ബൂസ്റ്റർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്താണ് ബൂസ്റ്റർ എന്ന് ഞങ്ങൾ ടീച്ചറെ പറയാം. ടീച്ചറുടെ ബൂസ്റ്റർ ക്ലാസ്സുകൾ അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ്. അതായത് ലാസ്റ്റ് മൊമെന്റിൽ ഒരു കാച്ചി കുറുക്കിയ പഠിപ്പീര്, അതാണ് ഞങ്ങൾ ബൂസ്റ്ററിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ടീം എല്ലാം സെറ്റാണ്. ബൂസ്റ്ററിന്റെ പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞാൻ കയറുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GKയും കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ശരിക്കും നമുക്കൊരു പ്രോപ്പറായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് സിലബസ് ഒക്കെ മാറിയത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിലും നല്ല ചേഞ്ചസ് വരാം അല്ലെ. അപ്പൊ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് പോലുള്ള ടോപ്പിക്സ് പഠിക്കണം. അതെ, GK ആണെങ്കിലും GK ടീച്ചറെ ഇതിനൊരു പ്രത്യേക സ്ട്രക്ചറാണ്. ആ കഴിഞ്ഞ തവണയൊക്കെ കുറച്ച് പ്രയാസമേറിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ ഈ പ്രാവശ്യം നമുക്ക് ഓവർകം ചെയ്യും. അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് ഏതൊക്കെ മേഖലകളാണോ, ഏതൊക്കെ അവാർഡുകളാണ് ചോദിക്കുന്നത്, ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസ് ആണ് ചോദിക്കുന്നത്, അതിലെ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ. കാരണം സിലബസ് മാറിയതോടുകൂടി തന്നെ ആ ചോദ്യ പാറ്റേണിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉൾക്കൊണ്ട് തന്നെ നമ്മള് പ്രീവിയസ് ഇയർ മാത്രം റെഫർ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് പോസിബിൾ അല്ല. അതൊരു വലിയ പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങളോടുള്ള പരീക്ഷയാണ്. ടൈം ടേബിളും അല്ലെങ്കിൽ നിങ്ങളുടെ പഠനക്രമത്തിലും ആ മാറ്റങ്ങൾ നിർബന്ധമായിട്ട് വേണം. ഇനി ഇംഗ്ലീഷിൽ എന്താണ് ടീച്ചർ മാറ്റം കൊണ്ട്? ഇംഗ്ലീഷിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 20 മാർക്കിലായിരുന്നു, ഇപ്രാവശ്യം 10 മാർക്കിലായി. കഴിഞ്ഞ പ്രാവശ്യം 1/2 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻസ്, ഇപ്രാവശ്യം 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. പക്ഷെ 10 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കാനുള്ള ടോപ്പിക്സിൽ വലിയ വ്യത്യാസമില്ല. അത്രയും തന്നെ ടോപ്പിക് ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ PSCയുടെ പല പരീക്ഷകളിലുള്ള പോലെ 5 മാർക്ക് ഗ്രാമറിൽ, 5 മാർക്ക് വൊക്കാബുലറി, ഇങ്ങനെയും ഒരു സ്കീം വന്നേക്കാം. പ്രോബബ്ലി അങ്ങനെ വന്നേക്കാം. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം വൊക്കാബുലറിയാണ്. അതൊക്കെ ഈ പ്രാവശ്യം സോൾവ് ചെയ്യും, ഉറപ്പായിട്ട് സോൾവ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ജെറണ്ടും ഇൻഫിനിറ്റീസും കയറി വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതും നമ്മൾ ഇപ്രാവശ്യം കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ടീച്ചർ എത്ര ക്ലാസ്? 2 ക്ലാസ് ആണോ? 4 മണിക്കൂർ? 4 മണിക്കൂറാണ് ക്ലാസ്സുമായിട്ട് വരുന്നത്. വിത്ത് ഡേറ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഞങ്ങൾ എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. വിത്ത് ഡേറ്റ് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. പോർഷൻസ് കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് അല്ലേ. അപ്പം ഒരുപാട് അധ്യാപകരുണ്ട് ഇല്ലേ. ചിക്കുമോൻ സാറുണ്ട്, വിഷ്ണു സാറുണ്ട്, പ്രശാന്ത് ഉണ്ട്, മാത്സിന് ഷൈജു സാറ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോരുത്തരും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെന്റർ അല്ലെ. അപ്പൊ മെന്ററിനോട് നമുക്ക് ചോദിക്കാം അത് എന്താണ് ചെയ്യാനായിട്ട് സാർ ഉദ്ദേശിക്കുന്നത്, സിലബസിനെ എങ്ങനെയാണ് സാർ ടൈം ടേബിളിലൂടെ എന്താണ് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചിക്കുമോൻ സാറിനോട് വിളിച്ചാലോ. അപ്പൊ നമ്മൾ ടൈം ടേബിൾ ഞാൻ വായിച്ചു. സാർ എന്താണ് ഏറ്റവും മികച്ചത് ഈ പ്രാവശ്യം കൊടുക്കും എന്നാണ് എന്നോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് പുതിയ സിലബസിന്റെ അകത്ത് കുറച്ച് അക്കൗണ്ടൻസിയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ നമ്മുടെ മാനേജ്മെന്റ്, കോപ്പറേറ്റീവിന്റെ മാനേജ്മെന്റ്, അങ്ങനെ കുറച്ച് പോർഷൻസ് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും ഫെമിലിയർ അല്ലാത്ത കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബൂസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് കോസ്റ്റ് അക്കൗണ്ടൻസിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ ബൂസ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്, അത് നമുക്ക് ഒരുപാട് അങ്ങനെ ഫെമിലിയർ ആയ ഒരു ടോപ്പിക് അല്ല. നമുക്ക് BCom പോലും അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക് അല്ല. പക്ഷെ ആ സിലബസിന്റെ അകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഭാഗം നന്നായിട്ട് ഇവർക്ക് മനസ്സിലാവുന്ന രീതി. ഇതുവരെ ഇപ്പം വർഷങ്ങളായിട്ട് കോച്ചിങ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അവർക്ക് പോലും ഈ ഒരു ടോപ്പിക് അറിയത്തുണ്ടാവില്ല. അപ്പൊ ഫെമിലിയർ അല്ലാത്ത പുതിയ ടോപ്പിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു. ആതിരാമിസ് ആണോ? ആതിരാമിസ് ക്ലാസ് എടുക്കുന്നുണ്ട്. ആതിരാമിസ് നമുക്ക് എടുക്കുന്നത് പ്രശാന്ത് സാർ, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ ക്ലാസ്സുകളൊക്കെ പ്രശാന്ത് സാറാണ് എടുക്കാൻ വരുന്നത് അല്ലേ. അതെ. അപ്പൊ എല്ലാരും സെറ്റാണ്. നമ്മുടെ വിഷ്ണു സാറും എല്ലാവരും സെറ്റ്. നമ്മളെല്ലാരും തയ്യാറെടുപ്പുകളെല്ലാം നടത്തി, എല്ലാം വേണ്ട എല്ലാ മെറ്റീരിയലും എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം റിസർച്ച് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2012 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ള് ഈ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് അരിച്ചു പെറുക്കിയാണ് നമ്മൾ നമ്മുടെ ഒരു മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിരിക്കും. അപ്പം ഈ അധ്യാപകരുടെ എല്ലാം PPT ഒക്കെ മേടിച്ച് എല്ലാം സെറ്റ് ആക്കി നമ്മൾ നേരത്തെ തന്നെ എല്ലാം കാരണം ഒരു ലാഗ് വരാതിരിക്കാൻ വേണ്ടി അവരുടെ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്ന സംഭവം എല്ലാം മേടിച്ച് വെക്കുകയാണ്. നല്ല പ്രിപ്പറേഷനോടുകൂടി കേരളത്തിലെ മികച്ച അധ്യാപകർ CSEB ബൂസ്റ്ററിന് വേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലാസ്റ്റ് മൊമെന്റിലും ഒരു മത്സര പരീക്ഷയിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മൊമെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റാങ്ക് ഏറ്റവും മുന്നിലേക്ക് എത്തിക്കാൻ സഹായകരമാകും. അതേ രീതിയിൽ നമ്മളായിട്ട് തന്നെ പഠിക്കുമ്പോൾ പ്രൊവിഷൻ ചെയ്യുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇനി അന്വേഷിച്ചു പോകണം അല്ലേ. അപ്പം അങ്ങനെ അന്വേഷിക്കുന്നവർക്കൊക്കെ ഏറ്റവും കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരു കോഴ്സാണ് CSEB ബൂസ്റ്റർ. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും CSEB ബൂസ്റ്ററിൽ അല്ലേ. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് CSEB ബൂസ്റ്ററിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇപ്പോഴും കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് എൻക്വയറി എടുക്കാവുന്നതാണ്, കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം.